താരസംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് ആര് എന്നറിയാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി. വോട്ട് ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത ആവേശം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. വോട്ടർമാരുടെ പട്ടികയിലുമുണ്ട് ചില കൗതുകങ്ങൾ. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എത്രത്തോളം ആവേശമുണ്ടോ അത് തന്നെയാണ് ഈ അമ്മ തെരഞ്ഞെടുപ്പിലും കാണുന്നത്. സംഘടനയുടെ 31 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും അധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. വെറും മത്സരമല്ല, പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച ഒരു ഗ്ലാമർ മത്സരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതു മുതൽ തുടങ്ങിയതാണ് താരസംഘടനയായ അമ്മയുടെ കഷ്ടകാലം. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ പുറത്തു കാണുന്ന ഗ്ലാമറല്ല പല താരങ്ങൾക്കും സിനിമയ്ക്കുള്ളിലുമെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു. ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെയും ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെയും ലൈംഗികാരോപണ പരാതി ഉയർന്നു. പുതിയ ഭരണസമിതി അധികാരത്തിലെത്തി 2 മാസം തികയും മുൻപ് തന്നെ പിരിച്ചുവിടേണ്ടി വന്നു. അമ്മ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ കേട്ട പഴി ചെറുതൊന്നുമല്ല. ജനറൽ ബോഡി ചേർന്ന് ശബ്ദ വോട്ടോടെ ഭരണസമിതിയെ കണ്ടെത്തിയിരുന്ന സംഘടന അങ്ങനെ ജനാധിപത്യപരമായി ഇത്രയും അധികം പേർ സ്ഥാനാർത്ഥികളായി മത്സരിച്ച് തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു. ഇനി തലപ്പത്തേക്ക് സ്ത്രീകൾ വരട്ടെ എന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്നു. അതോടൊപ്പം ആരോപണ വിധേയർ മത്സരിക്കരുത് എന്ന ഒരു വിഭാഗം ആളുകളുടെ പരസ്യ പ്രസ്താവന കൂടി വന്നതോടെ നടൻ ബാബുരാജിന്റെ മോഹങ്ങൾ അങ്ങനെ അവസാനിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും മത്സരം ഉറപ്പിച്ചു. പിന്നാലെ വരുന്നു ഗുരുതര ആരോപണങ്ങൾ. ഇത്രയും നാൾ ആരും കേൾക്കാത്ത ഒരു മെമ്മറി കാർഡ് വിവാദം കുക്കു പരമേശ്വരനെ സംശയനിഴലിലുമാക്കി. അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന ശ്വേതാ മേനോനെതിരെ കോടതിയിൽ ഒരു കേസും. ഇവരെ ആരോപണ വിധേയരാക്കാൻ ശ്രമിക്കുകയാണോ എന്നതായി അടുത്ത ചോദ്യം. പക്ഷെ പലപ്പോഴും നമ്മൾ കുക്കുവിനോട് ചോദിക്കുമ്പോൾ കുക്ക് പറയുന്നത് സേഫായിട്ട് കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഒരു പേരോട് പറഞ്ഞ് ഇടവേളബാബുവിനെ ഏൽപ്പിച്ചു എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞ്. പക്ഷെ അതിനുശേഷം പിന്നീട് ഇതിനെപ്പറ്റി വേണ്ടൊരു പറച്ചിലുണ്ടായില്ല. ആ ഹാർഡ് ഡിസ്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ സാധനം നമുക്ക് കിട്ടണം, നമുക്കത് കണ്ടിരിക്കണം. നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ ഇത് വെറുതെ കളയേണ്ട ഒരു കാസറ്റോ അല്ലെങ്കിൽ വേറൊരു സാധനമോ ത്രൂ വലിച്ചെറിയേണ്ട സാധനമല്ല ഇത്. ഒരാള് ഇതിനകത്ത് സ്ഥാനാർത്ഥിയാകാൻ നിന്നപ്പോഴത്തേക്ക് അയാളെ വിളിച്ചിട്ട് കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ സ്ഥാനാർത്ഥി ആവരുത് കേട്ടോ, മറ്റേ സംഭവം പൊക്കിക്കൊണ്ടുവരും. ഇതിപ്പോ കുക്കു കൊടുത്തതിന് ശേഷം ഞാൻ അവരുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടു. ഞങ്ങൾ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്, കുക്കു കൊടുത്തു. അവര് കേസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം മാധ്യമങ്ങളിൽ വന്ന് സംസാരിച്ചത് എന്തായിരുന്നു അവരുടെ നേട്ടം? അത് തന്നെ കള്ളി വിളിച്ചെത്താവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സ്ഥാനാർത്ഥികളോ അംഗങ്ങളോ ഇനി മാധ്യമങ്ങളോട് മിണ്ടിപ്പോകരുതെന്ന അന്ത്യശാസനം ഒടുവിൽ വരണാധികാരിക്ക് ഇറക്കേണ്ടിയും വന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചില പൊട്ടിത്തെറികളും വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. ഇനി തിരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ പട്ടികയിലെ ചില കൗതുകങ്ങളും കൂടി നോക്കാം. 507 അംഗങ്ങളുണ്ട് മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ. തിരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ പട്ടികയിലെ ആദ്യ പേരുകാരൻ തമിഴ്നാട്ടുകാരൻ അബ്ബാസ്. ബോളിവുഡ് നടി തബുവും തെലുങ്ക് സൂപ്പർ സ്റ്റാർ നെപ്പോളിയനും തമിഴ് താരങ്ങളായ പാർത്ഥിവനും തലൈവാസൽ വിജയും 2 മലയാള സിനിമയിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള ഗായിക വസുന്ധരാദാസും അമ്മയിലെ അംഗങ്ങളാണ്. അടുത്തിടെ താരസംഘടന വിശിഷ്ടാംഗത്വം നൽകിയ ഉലകനായകൻ കമൽഹാസനും വോട്ടുണ്ട്. സിനിമയിൽ നിന്നും VRS എടുത്തിട്ട് വർഷങ്ങളായെങ്കിലും ശാലിനി അജിത്തിന് ഇപ്പോഴും അമ്മയിൽ വോട്ടുണ്ട്. ഇവരൊക്കെ വന്നാൽ അമ്മയ്ക്കായി ഒരു വോട്ടിടാം. ന്യൂസ് 18 കൊച്ചി.